ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം. 3 to 1ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഓറിയോ ഐസ്ക്രീമാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഐസ്ക്രീമിന് വേണ്ടിയിട്ട് 2 പാക്കറ്റ് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു കോഴിൽ വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. ബിസ്ക്കറ്റിൻ്റെ കവറിൽ വെച്ച് തന്നെയാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. ഇത് മിക്സിയിലെ ജാറിലിട്ടിട്ടൊന്നും പൊടിച്ചെടുക്കരുത്, നന്നായി പൊടിഞ്ഞു പോവും, അത് ശ്രദ്ധിക്കണം. ബിസ്ക്കറ്റ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ലോ സ്പീഡിലിട്ട് 1 മിനിറ്റ് നേരം അടിച്ചെടുക്കാം. ഇനി ഹൈ സ്പീഡിലിട്ട് 2 മിനിറ്റ് നേരം സ്റ്റിഫ് പീക്ക് ആവുന്ന വരെ നമുക്ക് അടിച്ചെടുക്കാം. ക്രീം സ്റ്റിഫായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് സ്പാറ്റിൽ വെച്ചിട്ടൊന്ന് ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബീറ്റർ ഉപയോഗിച്ച് വീണ്ടും നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ക്രഷ് ചെയ്ത് വെച്ച ബിസ്ക്കറ്റ് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റാം. ടോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഓറിയോ ബിസ്ക്കറ്റ് മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ടാപ്പ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് ഓവർനൈറ്റ് ഫ്രീസറിൽ വെക്കാം. ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഐസ്ക്രീം പുറത്തെടുത്തിട്ടുണ്ട്. നമുക്ക് സെറ്റായോ നോക്കാം. നമുക്കിനി അതൊരു ബൗളിലേക്ക് മാറ്റാം. പെർഫെക്റ്റ് ആയിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഓറിയോ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യണം. ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്